وتعليم لقرآن كريم فخذها من أحاديث بحسري ഖുർആനോത്ത് പഠിപ്പിക്കുക. മക്കൾക്കൊക്കെ ഖുർആനോത്ത് പഠിപ്പിക്കുക. നന്നായി ഓതാൻ മഖ്റജ് അനുസരിച്ച് ഓതാനുള്ള ഓത്ത് പഠിപ്പിക്കുക. അത് ചെറിയവർക്കും വലിയവർക്കൊക്കെ പഠിപ്പിക്കാം. കുടുംബത്തിലെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ പഠിപ്പിക്കാം. ഖുർആൻ അറിയുന്ന ആള് മറ്റുള്ളവർക്ക് ഓതാൻ പഠിപ്പിക്കാം. ബാപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കുക. ഉസ്താദുമാര് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണത് താലീമുൽ ഖുർആൻ. ഖുർആനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത് ഇവർ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മുഖ്യമായതാണത്. അത് 1-ാം ക്ലാസ് മുതലുള്ള ഉസ്താദ് ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ അത് മൊഴിയാനുള്ള മൊഴിമാറ്റങ്ങളൊക്കെ പഠിപ്പിച്ച് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ പഠിപ്പിച്ച് പിന്നെ അതിന്റെ റസ്മുൽ ഉസ്മാനിന്റെ ശൈലി പഠിപ്പിച്ച് ഇതൊക്കെ ഓരോ തരത്തിലാണ്. അപ്പൊ ഓരോന്നിലേക്ക് ആവശ്യമുള്ളതാണ്. എല്ലാത്തിനും കൂലി കിട്ടും. ഖുർആൻ പഠനത്തിന്റെ ഭാഗമാണത്. അതിനോടൊപ്പം ഉപ്പമാരൊക്കെ മക്കളെ ഖുർആനോത്ത് ഉമ്മമാരൊക്കെ ഇരുന്ന് കേൾക്കണം. തെറ്റില്ലാതവർ ഓതാൻ പഠിപ്പിച്ചടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്നത് പോലെ എല്ലാ വെള്ളിയാഴ്ചയും മഹാനവറുകൾ പ്രത്യേക സമയം നീക്കി വെച്ചിരുന്നു മക്കളെ ഓത്ത് കേൾക്കാൻ. ഉസ്താദിന്റെ അടുക്കൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമാണത്. മുഅല്ലിമിനോട് പറയും, വെള്ളിയാഴ്ച കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം, അവർ ഓതി പഠിച്ചത് എനിക്കൊന്ന് കേൾക്കാനാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുന്നിൽ മക്കൾ വരുമ്പോ മൂത്ത ആള് മുതിർന്ന ആൾ ആദ്യം വരുന്നു, ഓതിക്കൊടുക്കുന്നു. പിന്നെ 2-ാമത്തെ ആള് വരുന്നു, ഓതിക്കൊടുക്കുന്നു. മഹാനവറുകൾ ഇരുന്നിട്ട് അവരെ ഓത്തൊക്കെ ശരിയായ നിലക്ക് വീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, തെറ്റുകളും മറ്റൊക്കെ തിരുത്തി കൊടുക്കുന്നു. ആ ഒരു ശൈലി സ്വീകരിക്കണം. അതും താലീമിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, നമുക്കും ആ പഠിപ്പിച്ച കൂലി ലഭിക്കുമല്ലോ. ഉപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കണം. കുട്ടികൾക്ക് ഖുർആനോത്ത് പഠിപ്പിച്ചെങ്കിലേ മക്കള് സ്വാലിഹീങ്ങളായി കിട്ടൂ. മക്കള് നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഖുർആനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. ഖുർആന് നന്നായി ഓതാൻ പഠിപ്പിക്കണം. അത് കുട്ടികളുടെ സ്വഭാവം നന്നാകാനും അവര് അനുസരിക്കാനും നല്ലവരാകാനും കാരണമാണ്.